അത്രേ ഉള്ളൂ. എടേ ഒരു നാശം പിടിച്ച കല്ല് കാരണം ഇറക്കാൻ പറ്റില്ലടേ. അത്രേ ഉള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു സ്റ്റുവേർട്ട് ഗെയിമിംഗ് ഗൈസ്. ഈ വണ്ടി ഈ വീടൊക്കെ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഐഡിയ കിട്ടി കാണും. നമ്മൾ പുതിയൊരു സ്ഥലത്ത് പുതിയൊരു വീട് മേടിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഏതാണ്ട് ഒരു കുന്നിൻ്റെ മണ്ടയ്ക്കാണ് നമ്മൾ ഈ വീടൊക്കെ മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളൊരു സ്ഥലമാണ്. നമ്മൾ അവിടെയാണ് ഗൈസ് വീട് മേടിച്ചിട്ടുള്ളത്. ഒരു പ്രേതാലയം പോലെ കിടക്കുവാണ് ഗൈസ് ഈ വീട്. നമുക്ക് എങ്ങനെയും ഈ വീടും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റപ്പ് ആക്കി എടുക്കണം. നമ്മൾ ഈ വണ്ടി മേടിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്, വണ്ടിയും കാര്യങ്ങളും ഇല്ലാണ്ട്. കാരണം നമുക്ക് ഡെയിലി പണിക്ക് പോയിട്ട് വേണം ഇവിടെ ജീവിക്കാൻ. യെസ് ഗൈസ്, നമ്മൾ ഇന്നോട്ട് പണിക്ക് വേണ്ടി വരും. നമുക്ക് ഈ വീടും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറേ പൈസ വേണ്ടി വരും ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വണ്ടി മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടി ഓടിക്കിട്ടുന്ന പൈസയ്ക്ക് വേണം നമുക്ക് ഈ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗൈസ്. ഈ വണ്ടിയിൽ അത്യാവശ്യം നല്ല ലോഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇതിന് ഏതാണ്ട് 12 വീൽ എന്തോ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ താഴത്തെ വീല് ഇത് ലോഡ് കയറുമ്പോഴാണ് തട്ടുമെന്നാണ് എനിക്ക് തോന്നട്ടെ. ഇതിനെക്കുറിച്ച് അറിയുന്നുള്ളവർ കമന്റ് ചെയ്യുക. ഈ വീല് 2 എയറിലാണ് കണ്ട. ഈ നടുക്കത്തെ വീല് കണ്ട ഗൈസ്, ഈ സെൻട്രൽ വീലും മൊത്തം എയറിലാണ്. എനിക്ക് തോന്നുന്നു അത് ലോഡ് എടുക്കുമ്പോൾ മാത്രം തറയെ തട്ടുന്ന വീലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കത് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഇന്ന് എന്തായാലും ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു പാറ പൊട്ടിക്കുന്ന സ്ഥലത്ത് പോയിട്ട് കല്ലെടുക്കുന്ന പരിപാടിയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തുടക്കത്തിലാണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീട് എടുത്തിട്ടുള്ളത്. നമുക്ക് പിന്നീട് നമ്മൾ വണ്ടിയൊക്കെ ഓടി പൈസ കിട്ടുമ്പോൾ നമുക്ക് വേറെ നല്ല അടിപൊളി വീടുകളൊക്കെ നമുക്ക് ഇവിടെ മേടിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി കയറി കല്ലെടുക്കുന്ന സ്ഥലത്ത് പോകാം ഗൈസ്. അപ്പോൾ നമുക്കിന്ന് രാവിലെ തന്നെ ഒരു അടിപൊളി ഓട്ടം കിട്ടിയിട്ടുണ്ട്. ഞാൻ വണ്ടി എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഐശ്വര്യമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അങ്ങനെ വളരെ സ്മൂത്തായിട്ട് നമ്മളെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഗിയർ വെച്ച് എടുക്കാൻ പോവാണ്. ഗൈസ്, നോർമൽ നമ്മുടെ കാറിന്റെ ഗിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇതിന്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതില് അത്യാവശ്യം നല്ല ലോഡും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും. ലെറ്റ്സ് ഗോ. ആദ്യമേ തന്നെ ഇറക്കോടെ അളി. ഇത് വളയോ എന്തോടെ, തട്ടാതെ പോണം ഗൈസ് മാക്സിമം. നമ്മളെ പുതിയ വണ്ടിയാണ്. ലെറ്റ്സ് ഗോ. കല്ലെടുക്കണ സ്ഥലം. അയ്യോ എടാ, ടയർ ചറക്കുന്നുണ്ട് കേട്ടാ. നമ്മൾ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ പണിയാവൂടെ, നല്ല പണിയാവും കേട്ടാ. നോക്കി ഇറങ്ങണം ഗൈസ്. ഇവിടെ എവിടെയോ ആണ് നമുക്ക് കല്ലെടുക്കേണ്ട സ്ഥലം. ലെറ്റ്സ് ഗോ. സെക്കൻഡ് ഗിയർ വെച്ചിട്ട് കേറുന്നില്ല കേട്ടാ. ലോഡ് ഗിയർ വെച്ചാലേ കേറത്തുള്ളൂ. പറന്നു പോട്ടെ. നമുക്ക് അത്യാവശ്യം കൊടുത്തു കേട്ടാ. കാല് ചവിട്ടി പോവാ. ഗിയർ ഡൗൺ ചെയ്ത് പോണോടെ, വണ്ടി വലിക്കില്ല. ലെറ്റ്സ് ഗോ. അയ്യോ കണ്ണ് കാണാൻ പറ്റില്ലേ, ശരിക്കും കണ്ണ് കാണാൻ പറ്റുന്നില്ല കേട്ടാ. ഗൈസ്, മറ്റേ വീല് തറയിൽ തട്ടുന്നുണ്ട് കേട്ടാ. എന്റെ സംശയം മാറി. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു അത് തറയിൽ തട്ടുമോ ഇല്ലെന്ന്. മറ്റേ തട്ടിയാട്ടാ പോണം. നമുക്ക് ലോഡൂടെ വയ്ക്കുമ്പോ കുറച്ചുകൂടെ അറിയാൻ പറ്റും. ലെറ്റ്സ് ഗോ ഗൈസ്. 4th ഗിയറിലാണ് പോണേ. 4th ഗിയറിൽ അത്യാവശ്യം വലിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി. നല്ല പച്ചപ്പും ഹരിത രമണീയമായ സ്ഥലം അല്ലേ ഗൈസ്. ലെറ്റ്സ് ഗോ. അയ്യോ നമ്മൾ കഴിഞ്ഞു പോയത്. ഇവിടെ എവിടെ ആയിരുന്നല്ലോ പാറ പൊട്ടിക്കുന്ന സ്ഥലം. ഇല്ല ഗൈസ്, നമ്മൾ എത്തിയിട്ടില്ല. ഇനി കുറച്ചു ദൂരം കൂടെ പോവാനുണ്ട്. ലെറ്റ്സ് ഗോ. നമുക്കിനി കുറച്ചു ദൂരം കൂടെ എത്താനുണ്ട് കേട്ടോ. നമുക്ക് കല്ലെടുക്കേണ്ട സ്ഥലം എത്താനായിട്ട്. വണ്ടിയിൽ ഇഷ്ടം പോലെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കേട്ടോ. യെസ് ഗൈസ്, നമ്മൾ നമ്മുടെ ക്വാറിയിൽ എത്തിയിട്ടുണ്ട്. എടാ ക്വാറിന്നല്ല എടാ ഇതിനെ പറയണേ, മറ്റേ പാറ പൊട്ടിക്കുന്ന സ്ഥലത്തെ പറയണേ. അടിപൊളി സ്ഥലം കേട്ടാടേ. ഇവിടെ നിന്നൊക്കെ നമുക്ക് തിരിച്ചു കയറി വരാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടാ. ഗൈസ്, നല്ല മണ്ണുള്ള സ്ഥലമാണ്. നോക്കിയെടുത്തില്ലെങ്കിൽ നമ്മളെ വണ്ടി അവിടെ കുഴിഞ്ഞിരിക്കും. അളി ഇതുവഴിയല്ലേ കയറണ്ടേ. ഞാൻ ആരാ ചേട്ടാ. വണ്ടി മറിക്കല്ലേ മച്ചാനെ. ഞാൻ വിചാരിച്ച ആ വഴി റോഡുണ്ടെന്ന്. ഇതിന്റെ മെക്കാനിസം ഇങ്ങനെയാണ് കേട്ടാ. കണ്ട ഗൈസ്, അത് ഇടയ്ക്കിടയ്ക്ക് തറയിൽ തട്ടുന്നുണ്ട്. നമ്മൾ നമ്മുടെ ക്വാറിയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇവിടെ നിന്ന് കല്ല് കയറ്റണം. ഏതാണ്ട് ഇപ്പൊ ഉച്ച സമയമില്ല, നമുക്ക് വൈകിട്ട്. അയ്യോ അളിയെ ഇടിക്കല്. ഞാൻ ശ്രദ്ധിച്ചില്ലടേ ആ കല്ല്.
ലെറ്റ്സ് ഗോ. സംഭവം ജാം ആവാൻ ചാൻസ് ഉണ്ട് കേട്ടാ. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി ഇട്ടേക്കാം കേട്ടോ ഗൈസ്. ഇവര് ലോഡ് കയറ്റിയിട്ട് നമ്മളെ വിളിക്കണായിരിക്കും. നമുക്ക് വണ്ടി എവിടെ ഒതുക്കിയിടാം? ഒരു സ്ഥലം പറഞ്ഞേ. അപ്പൊ ഗൈസ് നമ്മളെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. നമുക്കിനി എന്തായാലും ലോഡ് കയറ്റിട്ട് വരാം. ഏതാണ്ട് വൈകുന്നേരം ആവുമെന്നാണ് അവർ പറഞ്ഞ കേട്ടോ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗൈസ് നമ്മൾ വണ്ടിയിൽ ലോഡും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലോഡാണ് കേട്ടോ ഗൈസ്. ഈ വണ്ടി താങ്ങുമില്ലെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നടുക്കത്തെ സെൻട്രൽ വീലൊക്കെ മൊത്തം നിലത്ത് മുട്ടിയാണ് കേട്ടോ നിൽക്കണം ഗൈസ്. സത്യം പറഞ്ഞാൽ ഒരു സപ്പോർട്ടിങ് വീലാട്ടോ ഗൈസ്. നമ്മൾ ഈ ഓഫ് റോഡൊക്കെ കയറുമ്പോഴത്തേക്കും ഫുൾ വീലും നമ്മുടെ വണ്ടിക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടി വെച്ചേക്കുന്ന ഒരു വീലാണ് കേട്ടോ. ഞാൻ കുറച്ച് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് അതാണ് മനസ്സിലായത്. അപ്പോൾ ഈ വണ്ടിയുടെ ബാക്കും കാര്യങ്ങളൊക്കെ പൊക്കാൻ പറ്റും. ഇപ്പോൾ പൊക്കി കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയിലുള്ള സകല സാധനങ്ങളും ഇളകി പോകും കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ അലവറൊക്കെ അടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹെവി ലോഡായതാണെന്ന് തോന്നുന്നു. ഹെവി ലോഡാ ഗൈസ്. നല്ല ലോഡുണ്ട് കേട്ടോ. അത്യാവശ്യം ഇവിടെയുള്ള എല്ലാ കല്ലും നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറ്റിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് തുടങ്ങാം കേട്ടോ ഗൈസ്. അത്യാവശ്യം നമുക്ക് നല്ല ദൂരം കയറാനുണ്ട്. നമുക്കൊരു ചുരമൊക്കെ കയറി വേണം നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് കണ്ട ഗൈസ് മൊത്തം നിലത്ത് മുട്ടിയാണ് കേട്ടോ നിൽക്കണേ. പോരാത്തതിന് ഫ്രണ്ടിൽ വെള്ളമാണ്. ഇത് ഇവിടെ തന്നെ പതയൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമുക്ക് പതിയെ വണ്ടി ഇറക്കാവേ. എൻ്റെ അമ്മു ഗൈസ്, നിങ്ങൾക്ക് കാണുമ്പോൾ അത് എത്ര വെയിറ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത്യാവശ്യം നല്ല നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. ലെറ്റ്സ് ഗോ. എടാ വണ്ടി പതഞ്ഞാ. കേറി വാ മച്ചാനെ. അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. ആളിയാ ഒരു വീല് അത്യാവശ്യം ഗൈസ്. ആ വീലിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റണേ. ലെറ്റ്സ് ഗോ. തേർഡ് ഗിയർ ആണ്. തേർഡ് ഗിയർ പറ്റത്തില്ല. സെക്കൻഡ് ഗിയർ വെച്ചു കൊടുക്ക. അത്യാവശ്യം നല്ല ലോഡ് ഉണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ. വണ്ടി അടിപൊളിയായിട്ട് വരുന്നുണ്ടേ ഗൈസ്. നല്ല ലോഡുണ്ട് കേട്ടോ. ഒന്ന് റിവേഴ്സ് എടുത്തേക്കാം. എടാ ഒരു മുതുക്ക് തേരി. എൻ്റെ അളിയെ ഈ വണ്ടി കയറുമെന്ന് എനിക്ക് അറിയത്തില്ല. എടാ മറ്റേ ആ നടുക്കത്തെ വീല് വളയുന്നുണ്ടോ നമ്മൾ വളയ്ക്കുന്നതനുസരിച്ച്? ഓ ഗൈസ്, നമുക്ക് ചെറിയ ഗിയറിലൊക്കെ പോകാൻ പറ്റും കേട്ടോ. ഞാൻ ഹൈ വെച്ചോക്കട്ടെ. നമുക്ക് ഈ ഒരു സ്പീഡിലേ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. തേർഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പണിയാവും. സോ നമുക്ക് ഈ ഒരു റേഞ്ചിൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ക്ലച്ചൊക്കെ കരിച്ച് നാറുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടാ. എഞ്ചിന്റെ സിമ്പലൊക്കെ എഞ്ചിൻ വാണിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടാ. ഞാൻ സെക്കൻഡ് ഗിയറിൽ കരിച്ചോണ്ടാണ് പോണത്. ലെറ്റ്സ് ഗോ. തേർഡ് ഗിയർ വെച്ചു കൊടുക്കാം ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് മറ്റേ വീല് തറയിൽ പിടിക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും സെക്കൻഡ് ഗിയർ വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. നമുക്ക് അത്യാവശ്യം കുറച്ച് ദൂരം പോകാനുണ്ട് കേട്ടോ. കുറേ ദൂരം നമുക്ക് പോകാനുണ്ട്. നമുക്ക് പതിയെ പോയാൽ മതി കേട്ടോ. നമുക്ക് വേറെ തിരക്കൊന്നുമില്ല. നല്ലൊരു വളവാട്ടോ ഗൈസ്. നോക്കിപ്പോയില്ലെങ്കിൽ പണിയാവും. ഇനി അങ്ങോട്ട് തിരിയാണ് കേട്ടോ. കുറേ ദൂരം ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, നമ്മള് ചുരമാണ് കയറാൻ പോകുന്നത്. അപ്പം അത്യാവശ്യം നല്ല തേരി കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വളവും ഉണ്ട്. ഒറ്റ എടുപ്പിനൊക്കെ എടുക്കാൻ പറ്റിയ കൊള്ളായിരുന്നു. ലെറ്റ്സ് ഗോ. ഓക്കെ, ഈ സ്പീഡിലൊക്കെ നമുക്ക് പോകാൻ പറ്റൂ. നല്ല ലോഡുണ്ട് കേട്ടോ വണ്ടിയിൽ. സെക്കൻഡ് ഗിയർ ഇട്ടിട്ടുണ്ട് ഗൈസ്. സെക്കൻഡ് ഗിയർ 9 മീറ്റർ പെർ അവർ ആണ് ഗൈസ് വണ്ടി ഇപ്പൊ പോണേ. കിലോമീറ്റർ അല്ല, മീറ്റർ പെർ അവർ ആണ്. തേർഡ് ഗിയർ വെച്ചോക്കാം അല്ലേ. സെക്കൻഡ് ഗിയറിന്റെ RPM ഒന്നും കയറുന്നില്ലടേ. സെക്കൻഡ് ഗിയറിലാണ് നമ്മൾ പോണേ കേട്ടോ. മിക്കവാറും ഫസ്റ്റ് വെച്ച് കൊടുക്കേണ്ടി വരും. ഓടാ വണ്ടി അറക്കുന്നുണ്ട്, നല്ലപോലെ അറക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഗിയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ.
എടാ കേറി പോടാ, ഫസ്റ്റ് ഗിയറിൽ കേറുന്നില്ലേ? കേറി 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 കേറി. എടാ ക്ലച്ച് എറിഞ്ഞ് നാറുന്നുണ്ട്, വണ്ടി കുറച്ചു നേരം കൂൾ ചെയ്യാൻ വെക്കുന്നു തോന്നുന്നു. സെക്കൻഡ് ഗിയർ ഇട്ടിട്ടുണ്ട്. ആ പോട്ടെ 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 മച്ചാനെ. വണ്ടിക്ക് നല്ല വലി കുറവാട്ടോ. അത്യാവശ്യം സ്പീഡ് കയറി വരുമ്പോഴത്തേക്കും തേർഡ് ഗിയർ വെച്ചു കൊടുക്കാവേ. എന്റെ അമ്മേ, പൊടി 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 പൊടി. ഓക്കെ, നമ്മൾ തേർഡ് ഗിയർ വെച്ചിട്ടുണ്ട്. സ്ഥലമൊക്കെ പൊളിയല്ലേ ഗൈസ്? ലെറ്റ്സ് ഗോ. ഓക്കെ, ഇവിടെ നടത്തി ഗിയർ വെച്ചു കൊടുക്കാം. എന്റെ അമ്മേ, സൈഡൊക്കെ നോക്കിയേ ഗൈസ്. കറക്റ്റ് സമയത്ത് ബ്രേക്ക് കിട്ടില്ലെങ്കിൽ നമ്മൾ നേരെ താഴോട്ട് പോവേ. നമ്മൾ തേർഡ് ഗിയറിലാണ് ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് റോഡ് മാറി കുഴിയിൽ ഇറക്കാൻ പറ്റത്തില്ല കേട്ടോ, കാരണം ഇത്രയും ലോഡ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വണ്ടി താഴെ പൊതഞ്ഞു പോവും. ഫോർത്ത് ഗിയർ ഇട്ടിട്ട് അനങ്ങുന്ന പോലുമില്ലടേ. എനിക്ക് തോന്നണം വണ്ടി ഓടാ. ഒരു കല്ല് ഇപ്പൊ പോകും തോണ്. മിക്കവാറും വണ്ടിയിൽ നിന്ന് ഒരു കല്ല് പിളയി പോകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. എടാ ഒരു കല്ലിപ്പൊ പോകും കേട്ടാ. ലെറ്റ്സ് ഗോ. കുറച്ച് സ്പീഡിൽ പോകാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നു. ഈ വണ്ടിക്ക് വലിവ് കുറവാടേ. ഇപ്പോഴേ സെക്കൻഡ് വെച്ച് കൊടുക്കാം കേട്ടോ, കാരണം നമ്മൾ പകുതി വഴിയിൽ വെച്ച് കൊടുത്താൽ ചിലപ്പോൾ വണ്ടി ഓഫായി പോകും. നമ്മൾ താഴേന്ന് വെച്ച് കയറുന്നതാണ് നല്ലത് എപ്പോഴും. ഓക്കെ, കേറി 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 വാടാ. അത്രേ ഉള്ളൂ. നമ്മുടെ വണ്ടി അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട്. ലെറ്റ്സ് ഗോ. തേർഡ് ഗിയർ വെച്ച് കൊടുത്തു കേട്ടോ. ഗൈസ് ഇനിയും നല്ല കയറ്റമാണ് കേട്ടോ. സൈഡൊക്കെ കണ്ടാ, സൈഡൊക്കെ ഫുള്ള് കൊക്കയാണ്. എങ്ങാനും ഒരടി തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴോട്ട് പോകും. വീണ്ടും സെക്കൻഡ് ഗിയർ വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഗിയർ ഇട്ട് പോണായിരിക്കും നല്ലത് കേട്ടോ മൊത്തം. ലെറ്റ്സ് ഗോ. അളിയ വലിക്കില്ല. ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് ഗിയറിലേ പോകത്തുള്ളൂ. ഓക്കെ, ഇനി സെക്കൻഡ് ഗിയർ വെച്ച് കൊടുക്കാം. കേരള 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 കേരള. അത്രേ ഉള്ളൂ കേട്ടാ. കേറി കേറി നമ്മുടെ വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ്. ഓളാ, ഇന്നത് നല്ല തേരി കേട്ടാ, അടിപൊളി തേരിയാണ് ഗൈസ് ഇനി പറഞ്ഞത്. ഒരു കിടിലൻ തേരി. നമ്മൾ ഏതാണ്ട് ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. ഈ ഓട്ടത്തിന് നല്ല പൈസ വാങ്ങണം കേട്ടോ, കാരണം വണ്ടിക്ക് കംപ്ലൈന്റ് ആയിട്ടുണ്ട്, നല്ലപോലെ കംപ്ലൈന്റ് ആയിട്ടുണ്ട്. ക്ലച്ച് കരിഞ്ഞ് നാറുന്നുണ്ട്. സെക്കൻഡ് ഗിയറിൽ പോലും കയറുന്നില്ലടേ. ഫസ്റ്റ് വെച്ച് കൊടുക്കാം. പ്രശ്നമാണ് ഗൈസ് തേരിയൊക്കെ. ലെറ്റ്സ് ഗോ. ഞാൻ ഫസ്റ്റ് സെക്കൻഡ് അത് മാറ്റാനേ പറ്റുന്നില്ല നമുക്ക്. ആ പോട്ടെ പോട്ടെ പോട്ടെ. ഓക്കെ, ഇറക്കം വേണ്ട നമുക്ക് കുറച്ച് ദൂരം തേർഡ് ഗിയർ വെച്ചു കൊടുക്കാം. അവിടെ തേർഡ് ഗിയറിന് അനങ്ങുന്നില്ലല്ലോ വണ്ടി. വീണ്ടും ഫസ്റ്റ് ഗിയർ വെച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇനിയൊരു നല്ല തേരിയാണ് കേട്ടാ. കുറച്ചൊന്ന് ഓടിയിട്ട് നമുക്ക് സെക്കൻഡ് ഗിയർ വെച്ച് നോക്കാം, അല്ലെങ്കിൽ അവസാനം പെട്രോൾ കിട്ടത്തില്ല. നമുക്ക് അതുവരെ കൊണ്ടുപോകേണ്ടതാണ്. ഓക്കേ, ലോ ഗിയർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നല്ലൊരു അടിപൊളി ചുരം കേട്ടാ. ഒരു ചുരം വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ലോഡുണ്ട്. കയറുമോ ഇല്ലെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാട്ടോ. ലെറ്റ്സ് ഗോ. ഹോണൊന്നും ഇല്ലടേ ഇതില്, ഹോണൊന്നും കാണുന്നില്ല കേട്ടാ. ഓ, സെക്കൻഡ് ഗിയറിൽ കയറത്തില്ല. ഫസ്റ്റ് വെച്ച് കൊടുക്ക. ലെറ്റ്സ് ഗോ. കേറി കേട്ടാ, അടിപൊളിയായിട്ട് കയറി നമ്മളെ വണ്ടി. അത്രേ ഉള്ളൂ.
ഇനി ഇറക്കമായിട്ട് കുറച്ചു നേരം തേർഡ് ഗിയറിൽ പോവാ. മൈലേജ് കിട്ടത്തില്ല, മൈലേജ് പിടിക്കണം, അതാണ് നമ്മുടെ മെയിൻ ആവശ്യം. വീണ്ടും സെക്കൻഡ് ഗിയർ വെച്ചു. അളിയാ പ്രശ്നമാവും, വീണ്ടും ഫസ്റ്റ് ഗിയർ വെക്കേണ്ടി വരും കേട്ടാ. വലിക്കില്ല. ഓടാ കുഴി. ഫസ്റ്റ് ഗിയർ വെച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഗിയർ വെക്കേണ്ടി വന്നു ഗൈസ്. ആ പോട്ടെ. ഇവിടെ വണ്ടി ഒട്ടും വലിക്കില്ല കേട്ടാ. ഞാൻ ഡിഫറൻഷ്യലൊക്കെ ഓഫ് ചെയ്തിട്ട് എഞ്ചിൻ നല്ലപോലെ ഹീറ്റ് ആവുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വണ്ടി വലിക്കാത്ത തോന്നുന്നു. ഓക്കെ, നമ്മൾ സെക്കൻഡ് ഗിയർ ഇട്ടിരിക്കുകയാണ് ഗൈസ്. ഇത് അടിപൊളി തേരിയാട്ടാ, അത്യാവശ്യം നല്ലൊരു തേരിയാണ്. നമ്മൾ സെക്കൻഡ് ഗിയറിൽ കയറുവാണ് ഗൈസ്. സെക്കൻഡ് ഗിയറിൽ കയറുമില്ലെന്ന് അറിയത്തില്ല. കയറത്തില്ല, നമുക്ക് ഫസ്റ്റ് വെച്ച് കൊടുക്കേണ്ടി വരും. ഇന്നെങ്ങാനും എത്തൂടെ ഇങ്ങനെ പോയാ? എനിക്ക് തോന്നില്ല കേട്ടാ, നല്ല സമയം എടുക്കുമെന്ന് തോന്നുന്നു നമ്മളെത്താൻ. ഓക്കേ, ഫുള്ള് കാട് ഏരിയ ആട്ടാ ഗൈസ്, ഒറ്റ വണ്ടിയില്ല. ഒറ്റ വണ്ടിയില്ലാതെ നമുക്ക് റോഡ് നിറഞ്ഞു പോകാൻ പറ്റും കേട്ടോ. ആ പോട്ടെ. ഷോർട്ട് കട്ട് വല്ല ഉണ്ടായിരുന്ന എടുക്കായിരുന്നു, ഓഫ് റോഡ് ആയാലും കുഴപ്പമില്ലായിരുന്നു. വണ്ടിയുടെ ക്ലച്ച് കരിഞ്ഞ് നാറുന്ന സ്മെല്ല് ഇവിടെ കേൾക്കാം. നമുക്കിവിടെ നിന്ന് ലെഫ്റ്റ് ആണ് ഗൈസ് ഇറങ്ങേണ്ടത്. വണ്ടി പോവുന്നു. ഓക്കെ, ആ വരട്ടെ മച്ചാനെ. കേറി വാ. ലെറ്റ്സ് ഗോ. എടേ കുടുങ്ങിയടേ. ഓ, ഇതിന്റെ അകത്താണല്ലേ നമുക്ക്. ഓക്കെ ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട്, സ്ഥലം എത്തിയിട്ടുണ്ട്. പക്ഷെ വണ്ടി അകത്ത് കയറില്ലടേ. കേറ്. മറ്റു വീല് പിടിക്കുന്നുണ്ടോ? നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ കയറണം, എന്നാലേ കാര്യമുള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ഇവിടെയാണ്. അയ്യോ, വണ്ടി കുടുങ്ങി. അളിയ റിവേഴ്സോ. നമുക്ക് അങ്ങനെ നമ്മളെ വണ്ടീനെ വഴിയിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, അതൊക്കെ നോക്കിയെടുക്കണം. ഗൈസ്, ഇവിടെ നിന്ന് നമുക്ക് പക്ക റിവേഴ്സ് എടുത്ത് നമുക്ക് അവിടെ കൊണ്ട് അൺലോഡ് ചെയ്യാം കേട്ടോ. എനിക്കിതിന്റെ ബാക്ക് വെക്കാൻ അറിയത്തില്ല, അതാണ് വേറെ കാര്യം. എങ്ങനെ ഇതിന്റെ ബാക്ക് വെക്കണേ? ഞാൻ നോക്കട്ടെ. ഞാൻ എല്ലാ ബട്ടണും പിടിച്ച് ഞെക്കി നോക്കാം, ഏതെങ്കിലും ഒന്നും വർക്കാതിരിക്കൂല. ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് ഇവിടെ അൺലോഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ വണ്ടിയുടെ ബാക്ക് അങ്ങ് പോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ വണ്ടിയുടെ ലോഡ് ഇറക്കാൻ പോവാണ് ഗൈസ്. ഈ സാധനം നമ്മൾ ഈ ടിപ്പറിന്റെ ബാക്ക് പോക്കാൻ പോവാണ്. ഇപ്പൊ കല്ലെല്ലാം വന്ന് താഴെ വീണ കാണാൻ പറ്റും. പണ്ട് കുഞ്ഞിലെ ഞാൻ തൊട്ടടുത്ത വീട്ടിൽ കല്ലൊക്കെ ഇറക്കുമ്പോൾ ഇതുപോലെ നോക്കി നിന്നിട്ടുണ്ട് കേട്ടാ. ആദ്യമായിട്ടാണ് ഞാൻ എന്റെ സ്വന്തം വണ്ടിയിൽ ഇങ്ങനെ ബാക്ക് പോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പൊക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ. ആടാ കുറച്ച്. ഓക്കെ സെറ്റ്. പൊക്കിയോ, അത്രേ ഉള്ളൂ. ഇപ്പൊ കല്ലെല്ലാം വന്ന് തറയിൽ വീണായിരിക്കും. എന്താ പറയാ, അനങ്ങലല്ലോ ഒന്നും. ആ വരട്ടെ. ആടാ എല്ലാം വീണാട്ടാ. 2-3 കല്ലിനി ബാക്കി ഉണ്ടെന്ന് തോന്നാം. ഇനിയും പൊങ്ങും തോന്നാട്ടാ. നമുക്ക് മാക്സിമം പൊക്കാം. ലെറ്റ്സ് ഗോ. ഇനിയും പൊങ്ങുണ്ട് കേട്ടാ, ഇനിയും പൊങ്ങുണ്ട്. ഒരുപാട് പൊക്കിയാൽ ചിലപ്പോൾ വണ്ടി മറിയും. ഓക്കെ ഗൈസ്, ഇനിയാണ് ശരിക്കുള്ള പരിപാടി. ഇനി എന്ത് ചെയ്യുന്ന അറിയാവോ? ഇനി വണ്ടി ചെറുതായിട്ടൊന്ന് അനങ്ങിയിട്ട് ഒരു അടി അടിക്കും. അപ്പോഴേ ഇതിലുള്ള എല്ലാ സാധനവും താഴെ വീഴത്തുള്ളൂ. നമുക്കങ്ങനെ ചെയ്ത് നോക്കാട്ടാ. അത്രേ ഉള്ളൂ. എനിക്ക് ബ്രേക്ക് ഓട്ടാൻ പറ്റില്ലടേ. ഇതിപ്പം മറിയും കേട്ടാ മിക്കവാറും. ഞാൻ മിക്കവാറും എല്ലാം മറിച്ചിടും. ഫ്രണ്ടിൽ പോയിട്ട് ഒറ്റ ബ്രേക്ക് പിടുത്തം. ഓക്കെ, എടാ അനങ്ങുന്നില്ലടേ, ഒരു കല്ല് അവിടെ അനങ്ങാണ്ടിരിക്കുകയാണ്. ഗൈസ്, ഒരു നാശം പിടിച്ച കല്ല് കാരണം ഇറക്കാൻ പറ്റുന്നില്ല കേട്ടാ.
എടേ ഒരു നാശം പിടിച്ച കല്ല് കാരണം ഇറക്കാൻ പറ്റില്ലടേ. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മള് 2 കല്ല് ഇറക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇറക്കാൻ വേറെ വണ്ടി വിളിക്കേണ്ടി വരും ഇവിടെ ഗൈസ്. ഇപ്പൊ പറ്റുന്ന കല്ലൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കല്ല് കാരണം നമുക്ക് ബാക്കിയുള്ള 2 കല്ലൂടെ ഇറക്കാൻ പറ്റുന്നില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ നിങ്ങൾക്ക് ഞാൻ ഇനി അടുത്തിടുന്ന ഇതുപോലത്തെ കണ്ടന്റ്സ് ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.